ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലി നാൻസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്നൊരു സ്റ്റോറിയുടെ പാർട്ട് 5 ആയിട്ടാണ്. അപ്പം ഈ സ്റ്റോറി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ബാക്കി 4 പാർട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ബാക്കി ഇത് കേൾക്കാം. അപ്പോൾ തുടങ്ങാം. ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു കാറ് വരുന്ന ശബ്ദം കേട്ടു. ഞാൻ വീടിൻ്റെ പുറത്ത് പോയി നോക്കുമ്പോൾ വന്ന കാറ് പോർച്ചിൽ കയറി നിന്നു. അതിൽ നിന്നും ശ്വേത ആൻറ്റി ഇറങ്ങി വന്നു. ആൻറ്റിയെ കണ്ടതും എൻ്റെ കണ്ണ് ബൾബായി. ആൻറ്റി ഒരു ബ്ലാക്ക് ടൈറ്റ് ടോപ്പും വൈറ്റ് ലെഗിൻസുമാണ് വേഷം. ആൻറ്റി നിൽക്കുമ്പോൾ തന്നെ ആൻറ്റിയുടെ ചാൽ തുടക്കം കാണാം. ലെഗിൻസിൽ നല്ല കടഞ്ഞെടുത്ത തുടകളും കണ്ടു. കാറിൽ നിന്നും ബാഗ് എടുക്കാനായി ആൻറ്റി തിരിഞ്ഞതും ടോപ്പ് ഒന്ന് മാറി. ലെഗിൻസിൽ തുട മുഴുവനും കാണാൻ പറ്റി. തിരിഞ്ഞു നിന്ന് കാറിൽ നിന്നും ബാഗ് എടുക്കാനായി കുനിഞ്ഞ ആൻറ്റിയെ ഞാൻ നോക്കി നിന്നു. ആൻറ്റിയുടെ പിന്നഴക് കണ്ണിന് കുളിർമ നൽകി. ഹായ് മോനൂസ്, ശ്വേത ആൻറ്റി പറഞ്ഞു. അപ്പോഴാ ഞാൻ സ്ഥലകാലബോധം വീണ്ടെടുത്തത്. ഹായ് ആൻറ്റി, ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷയില്ല. ആൻറ്റി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ആൻറ്റിയുടെ ചുണ്ടുകൾ നല്ല പോലെ ചുവപ്പിച്ച് വെച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് പ്രയോഗം. ശരിക്കും കടഞ്ഞെടുത്ത ശരീരമാണ് ആൻറ്റിക്ക്, നമ്മുടെ സണ്ണി ചേച്ചിയെ പോലെ. ആൻറ്റി ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആണ്. യോഗയും മറ്റ് ശരീര സൗന്ദര്യ രീതികളും ആൻറ്റി ചെയ്യാറുണ്ട്. കൂടെ മോഡലിങ്ങും ഉണ്ട്. ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് ബാഗ് എൻ്റെ മുന്നിൽ വെച്ചു. സൂപ്പർ കാഴ്ചയായിരുന്നു. ആൻറ്റിക്ക് അമ്മയുടെ നിറവല്ല, സ്കിൻ ടോൺ വ്യത്യാസമുണ്ട്. ആൻറ്റി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആൻറ്റിയുടെ നെഞ്ച് എൻ്റെ നെഞ്ചത്ത് ചെറുതായി അമർന്നു. എനിക്ക് ആ ഒരു ഫീല് കിട്ടുമ്പോഴേക്കും ആൻറ്റി എന്നിൽ നിന്നും അകന്നു. എന്താ മോനൂസേ ഇങ്ങനെ അന്തം വിളിച്ച് നിൽക്കുന്നേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നു. ആൻറ്റിയെ മുന്ന് കണ്ടതിലും ഒന്ന് സ്ലിമ്മായിട്ടുണ്ട്. ആണോ? ജിമ്മിൽ പോകുന്നുണ്ട്, അങ്ങനെ കുറഞ്ഞതാ. പിന്നെ കൊച്ചിയിലൊരു പ്രോഗ്രാമുണ്ട്, അതിനു വേണ്ടിയും. നന്നായി. അപ്പോൾ കണ്ണൻ ചോദിച്ചു, ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ആൻറ്റിയുടെ മകനെ കണ്ടത്. 18 വയസ്സുള്ള പയ്യനാ. ജീൻസും ബനിയനുമാണ് വേഷം. കാണാനൊരു സുന്ദരൻ. ആഷിഖ് എന്ന പേര്. കണ്ണൻ എന്ന് വിളിക്കും. ഞാൻ അവനെ മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് അവൻ ചെറുതായിരുന്നു. ഇപ്പോൾ വലിയ ചെക്കനായി. ഞാൻ അവൻ്റെ അമ്മയെ ചൂഴ്ന്നു നോക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നതായി എനിക്ക് തോന്നി. പിന്നെന്താ ഓർമ്മയില്ലാതെ? വന്ന കാലം നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വാ എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ അകത്തേക്ക് നടന്നു. ശ്വേതാൻ്റെ മുന്നിലും ഞങ്ങൾ പിന്നിലുമായാണ് നടന്നത്. കണ്ണൻ എൻ്റെ കൈയും പിടിച്ചാണ് നടന്നത്. നടക്കുമ്പോൾ ആൻറ്റിയുടെ പിന്നഴക് കണ്ട് ആസ്വദിച്ചു. ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും ആൻറ്റിയുടെ ബാക്ക് കിടന്നിളകുന്നത് കാണാൻ പ്രത്യേക രസം തന്നെയായിരുന്നു. ഞാൻ കണ്ണനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണും അവൻ്റെ അമ്മയുടെ അങ്ങോട്ടായിരുന്നു. ഞാൻ അവനെ ശ്രദ്ധിക്കുന്നതറിഞ്ഞ് അവൻ അവിടെ നിന്ന് നോട്ടം മാറ്റി. ശ്വേതാൻറ്റിയുടെ ഭർത്താവ് വിദേശത്താ. വല്ലപ്പോഴുമാണ് വരാറ്. എന്നാൽ 4 കൊല്ലമായിട്ട് വന്നിട്ടേയില്ല. അയാൾക്ക് അവിടെ വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നതാ സത്യം. പക്ഷേ മാസം തോറും മുടങ്ങാതെ ഡോളർ അക്കൗണ്ടിലെത്തും. എവിടെ എൻ്റെ ഡെയ്സി കുട്ടി? കാണാനില്ലല്ലോ, ശ്വേതാൻറ്റി ചോദിച്ചു. ഇവിടെ ഉണ്ട് ആൻറ്റി, ഡ്രസ്സ് മാറുകയായിരുന്നു. ആഹാ, കഴിഞ്ഞില്ലേ? അപ്പോഴാണ് അമ്മ റൂമിൽ നിന്നും വന്നത്. അമ്മയെ കണ്ട ആൻറ്റിയും ഞാനും ഒരു നിമിഷം കണ്ണും പിടിച്ച് നിന്നുപോയി. ആൻറ്റി അമ്മയെ ഒന്ന് ഇരുത്തി നോക്കി. എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. കണ്ണനും അതേപോലെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അമ്മ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയ ഒരു മഞ്ഞ സാരിയും അതിന് മാച്ചിങ് ആയ മഞ്ഞ ബ്ലൗസുമാണ് ഇട്ടേക്കുന്നത്. അതിൽ അമ്മയുടെ ബ്ലൗസും വയറും പൊക്കിളും ഒക്കെ നല്ലോണം കാണാം. പൊക്കിളിന് മുകളിലായി അരഞ്ഞാണം അമ്മയുടെ വയറിന് കൂടുതൽ സെക്സി ലുക്ക് നൽകി. ആൻറ്റിയെ കണ്ടതും അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എപ്പോൾ എത്തിയടി? കുറേ നേരം ആയോ? ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. മോനൂസ് പറഞ്ഞു നീ ഡ്രസ്സ് മാറാണെന്ന്. എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അപ്പോഴും അവർ രണ്ടും കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ്. 2 പേരുടെയും ബോഡി തമ്മിൽ അമരുന്ന കാണാൻ നല്ല രസം. കണ്ണൻ്റെയും നോട്ടം അവിടെ തന്നെ ആയിരുന്നു.
ഇല്ലടി, ഇത് നീ ഡിസൈൻ ചെയ്ത സാരിയും ബ്ലൗസുവാ, എങ്ങനുണ്ട് എന്ന് പറഞ്ഞ് ആൻറ്റിയെ കാണിക്കാൻ അമ്മ കുറച്ച് മാറി നിന്നു. ആൻറ്റി ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ടടി. എന്നിട്ട് അമ്മ കണ്ണനെ നോക്കി. കണ്ണൻ അങ്ങ് വളർന്ന് വലിയ ചെക്കനായല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞാൽ കെട്ടിക്കാറായി. മോനൂസും മോശമല്ലടി, അവനും വലിയ ചെക്കനായി. അമ്മ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ തോളിൽ കൂടി കൈയിട്ട് കുശലാന്വേഷണം നടത്തി. അതിനിടയിൽ അമ്മയുടെ ദേഹം അവൻ്റെ തോളിൽ തട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശ്വേതാൻ്റിയും അത് ശ്രദ്ധിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ കണ്ണൻ വേഗം കുറച്ച് മാറി നിന്നു. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അമ്മ അടുക്കളയിലേക്ക് പോയി. ഞങ്ങൾ സോഫയിലിരുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ ജ്യൂസുമായിട്ട് വന്നു. ഞങ്ങൾ പരസ്പരം പല പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശ്വേതേ, ഈ ടോപ്പ് നീ തയ്ച്ച് വർക്ക് ചെയ്തതാണോ? നമ്മുടെ അലങ്കൃത ബോട്ടിക്കില്ലേ, അവിടെ തയ്പ്പിച്ചതാ, വർക്ക് ചെയ്യാൻ ചെയ്തു. ഓഹോ, അപ്പോൾ ആ ചെക്കനല്ലേ അളവെടുക്കുന്നത്? അതെ, അവൻ അളവെടുക്കുമ്പോൾ കറക്റ്റ് ആവും, ഞാൻ എടുത്താൽ പോലും അത്ര കിട്ടില്ല. അമ്മ ഒന്ന് ഇരുത്തി മൂളി. എന്നിട്ട് ശ്വേതാൻ്റിയുടെ ടോപ്പിൻ്റെ മുകളിലൂടെ വർക്ക് ചെയ്ത ഭാഗത്ത് വിരലൊന്ന് ഓടിച്ച് അവിടെ അമർത്തി നോക്കി. എടി, നിൻ്റെ സൈസൊക്കെ മാറിയോ? മക്കളിരിക്കുന്നെന്ന വിചാരമില്ല ഇങ്ങനൊരു സാധനം. അതിനെന്താ, ഇവിടെ ഞങ്ങളുടെ ഇന്നേഴ്സ് എല്ലാം വാങ്ങുന്നത് മോനൂസ, അവനറിയാതൊക്കെ. ആണോ? കണ്ണൻ അങ്ങനൊന്നും അറിയില്ല, അവൻ ഷോപ്പിൽ തന്നെ വരവ് കുറവാ. ആഹാ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാടി. ഡി, നമ്മുടെ ഷീജയില്ലേ, നിൻ്റെ പേരപ്പൻ്റെ മരുമോള്, അവൾ അവിടെ അലങ്കൃതയുടെ അടുത്താണ് താമസിക്കുന്നത്. ആണോ? കുറേ നാളായി അവളെ കണ്ടിട്ട്. ഇവിടെയും മരണം നടന്നുകൊണ്ട് അവളുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ പോവാൻ പറ്റിയില്ല. അവളും 2 പെൺകുട്ടികളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ അടുത്ത് ഞാനിടയ്ക്ക് പോവാറുണ്ട്. ഒരു ദിവസം നിന്നെയും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആൻറ്റി ഒന്ന് ഇരുത്തി നോക്കി. ആൻറ്റി ഒരു കണ്ണടച്ച് പുഞ്ചിരിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, വാടി, നമുക്ക് അടുക്കളയിൽ പോവാം, കുറച്ച് പണിയുണ്ട്. ആദ്യം ഈ ഡ്രസ്സ് മാറാം, എന്നിട്ട് പണി തുടങ്ങാടി. അത് ശരിയാ. കണ്ണാ, ചേട്ടൻ്റെ മുറിയിൽ പോയി ഡ്രസ്സ് എടുത്ത് വെച്ചോ, എന്നിട്ട് മാറി വാ. ഞങ്ങൾ എൻ്റെ റൂമിലും അവരമ്മയുടെ റൂമിലേക്കും പോയി. ഞാനൊന്ന് മുള്ളി വന്നപ്പോഴേക്കും കണ്ണൻ ഒരു ബനിയനും 3/4 ഇട്ടിരുന്നു. ചേട്ടാ, കമ്പ്യൂട്ടറിൽ പുതിയ ഗെയിം വല്ലതും ഉണ്ടോ? ഞാനിപ്പോൾ അതൊന്നും നോക്കത്തില്ലടാ, നീ വേണമെങ്കിൽ നോക്കിക്കോ. അവൻ കമ്പ്യൂട്ടർ തുറന്ന് അതിലെ ഗെയിം കളിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചു. ചേട്ടാ, ഇതിൽ വേറെ എന്തെങ്കിലും കളിയുണ്ടോ? അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ചമ്മലുണ്ടായിരുന്നു. എനിക്ക് കാര്യം മനസ്സിലായി. നീ ആ കളിയൊക്കെ കണ്ടു തുടങ്ങിയോ? ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാണാറുണ്ട്. ആണോ? എന്നാ വാതിൽ ചാരിയേക്ക്. അവൻ വാതിൽ ചാരി വന്നപ്പോഴേക്കും ഞാൻ ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുത്തു. അവൻ എൻ്റെ അടുത്തിരുന്ന് അതിലോരോന്ന് സെലക്ട് ചെയ്ത് നോക്കി. എന്നിട്ട് ഒരെണ്ണം പ്ലേ ആക്കി. അവൻ്റെ കാല് എൻ്റെ കാലിൽ മുട്ടിയായിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് അവൻ സ്വന്തം തുടയിൽ എൻ്റെ കാലിനടുത്ത് കൈവച്ചു. പതുക്കെ അവൻ്റെ കൈ എൻ്റെ തുടയിൽ വെച്ചു. ഞാൻ അവൻ്റെ കയ്യിൽ നോക്കിയിട്ട് അവനെ നോക്കി. അപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. ഏകദേശം എനിക്ക് കാര്യം പിടികിട്ടി. എന്നിൽ നിന്നും എതിർപ്പില്ലെന്ന് കണ്ട് അവൻ എൻ്റെ തുടയിൽ മെല്ലെ ഒഴിയാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഒരാൺ എന്നെ ഇങ്ങനെ സമീപിക്കുന്നത്. അവൻ എന്നെ ട്യൂണിങ് തുടങ്ങി. ഞാൻ എല്ലാത്തിനും നിന്നു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ പെണ്ണുങ്ങളെ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ലേ? ഏയ്, കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ബോയ്സ് ഓൺലി ക്യാമ്പസ് അല്ലേ, ആകെ ടീച്ചർമാരുടെ എന്തെങ്കിലും സീൻ കിട്ടും. അപ്പോൾ നിനക്ക് പെണ്ണുങ്ങളെ മറ്റേ രീതിയിൽ കാണാൻ ഇഷ്ടമില്ലേ? ഉണ്ട്, പക്ഷെ എങ്ങനെ സാധിക്കാനാ, ഇങ്ങനെയാ കൂടുതൽ നടക്കുന്നത്. എൻ്റെ ചേട്ടാ, എൻ്റെ കൂട്ടുകാർ കണ്ടാൽ വിടില്ല ചേട്ടനെ. ആണോ? നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഞാനാ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. എനിക്കതാ ഇഷ്ടം. എങ്ങനെ? അവൻ എന്നോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ആഹാ, നീ ആൾ കൊള്ളാലോ.
പെണ്ണുങ്ങളെ ആയിട്ട് ഓരോന്ന് ചെയ്യാൻ നിനക്കിഷ്ടമില്ലേ? അതിന് കിട്ടണ്ടേ? ടീച്ചേഴ്സൊക്കെ എങ്ങനെ? വയസ്സുള്ള ടീച്ചേഴ്സാണ്. മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, അതാണ് കാണാൻ ഭംഗി. ആ ടീച്ചർ വന്നാൽ പിന്നെ ആകെ മേളവാ. ആഹാ, അപ്പോൾ പെണ്ണുങ്ങളെ ഒന്നും ശരിക്കും കണ്ടിട്ടില്ലല്ലേ? അതിനാരെങ്കിലും കാണിച്ചു തരണം, എന്നാലേ കാണാൻ പറ്റൂ. ഇതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ചില്ലറ പരിപാടിയൊക്കെ നടത്തി. ചേട്ടന് ഭയങ്കര സ്റ്റാമിനയാണ്. എൻ്റെ കൂട്ടുകാർ ചേട്ടൻ്റെ അത്ര പോരാ. കണ്ണാ, നീ റിയലായിട്ട് പെണ്ണുങ്ങളുടെ എന്തെങ്കിലും സീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? യെസ്. ആരുടെ? വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ചേട്ടനോട് ഇനി എന്തിനാ വിളിക്കുന്നത്? ശ്വേതാൻ്റിയുടെ വല്ല സീന് നീ കണ്ടിട്ടുണ്ടോ? കണ്ണനെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. തുണി അലക്കുമ്പോഴും മുറ്റം അടിക്കുമ്പോഴും ഒക്കെ. പക്ഷേ പേടി കാരണം അധികം ഒന്നും നോക്കാൻ പോയില്ല. ആഹാ, കൊള്ളാലോ. അപ്പോൾ അവന് പേടിയാണ് കാരണം. പിന്നെ പെണ്ണുങ്ങളുമായി അടുത്തിടപഴകാത്തത് കൊണ്ടും ആണുങ്ങൾ മാത്രമുള്ള കോളേജിൽ പഠിക്കുന്ന കൊണ്ടുമാണ് ഇങ്ങനെ ആയത്. ഇപ്പം കാര്യം മനസ്സിലായി. എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പുറത്തു നിന്നും അമ്മയുടെ വിളി കേട്ടത്. ഞങ്ങൾ വേഗം ഡ്രസ്സിട്ട് റൂമിന് വെളിയിലിറങ്ങി. ഞങ്ങൾ രണ്ടാളും അടുക്കളയിൽ പോയപ്പോൾ അമ്മയും ശ്വേതാൻ്റിയും അവിടെ ഉണ്ട്. അമ്മ മുടി അമ്മക്കെട്ട് കെട്ടി. ഒരു ബനിയൻ മെറ്റീരിയലുള്ള 3/4 ഇട്ടേക്കുന്നത്. ബനിയൻ്റെ കഴുത്ത് അത്യാവശ്യം ഇറങ്ങിയതാ. അരയിൽ 3/4 കെട്ട് വരെ മാത്രം ബനിയൻ ഇറക്കമുള്ളൂ. മുട്ടിന് കുറച്ച് താഴെയാണ് 3/4. കൈയില്ലാത്ത ബനിയൻ. മൊത്തത്തിൽ അമ്മയെ കാണാൻ നടി ശ്വേതാമേനോൻ്റെ ലുക്കാണ്. ശ്വേതാൻ്റെ ആണെങ്കിലോ ഒരു ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടേക്കുന്നത്. മുടിയെല്ലാം അഴിച്ച് കുറച്ച് മുന്നിലേക്കും കുറച്ച് പിറകിലേക്കും അഴിച്ചിട്ടേക്കുന്നു. ഷർട്ടിൻ്റെ മുകളിലത്തെ ഒരു ബട്ടൺസ് ഇടാത്ത കൊണ്ട് തുടക്കം കാണാം. താഴെ ലെഗിൻസാണ് ഇട്ടേക്കുന്നത്. അതിൽ ആൻറ്റിയുടെ തുടയുടെയും കാലിൻ്റെയും വടിവ് നല്ല പോലെ കാണാം. അമ്മ പറഞ്ഞു, കുട്ടാ, മുകളിലെ ഷെൽഫിലിരിക്കുന്ന ആ കേക്ക് മേക്കർ ഒന്ന് എടുത്തു തന്നേ. ഇപ്പോൾ എന്തിനാ അത്? കേക്കുണ്ടാക്കാൻ പോവുകയാണോ? അതെ, ഞാനല്ല, ശ്വേത. ആഹാ, നമ്മുടെ ലാഡർ എവിടെ? അതെടുത്ത് കയറായിരുന്നില്ലേ? അത് ഞങ്ങൾ കുറേ നോക്കിയടാ, പക്ഷെ കണ്ടില്ല. ശ്വേത, നിനക്കറിയോ, മോനൂസൊരു കേക്ക് കൊതിയനാ. ഒറ്റ ഇരിപ്പിൽ ഒരെണ്ണം അകത്താക്കും. ആണോ? എന്നാൽ എൻ്റെ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്ററെ കിട്ടി. കണ്ണന് കേക്ക് ഇഷ്ടമല്ല. ചേട്ടൻ പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് കണ്ണൻ പറഞ്ഞു. ആൻറ്റി ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോളാം. ഇനി വീട്ടിലുണ്ടാക്കിയ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ വന്ന് ടേസ്റ്റ് ചെയ്തോളാം. ആഹാ, എന്നാൽ എന്നും ഉണ്ടാക്കാം. അത് പറയുമ്പോൾ ആൻറ്റിയുടെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അമ്മയൊന്ന് മൂളുകയും ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, മോനൂസ് എൻ്റെ കൂടെ ഫാഷൻ ഷോയിൽ വരണം, റാമ്പ് വാക്കിന്. എനിക്കിടയ്ക്ക് പ്രോഗ്രാം ഉണ്ടാവും. മോനൂസ് നല്ല ലുക്കല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല ജോഡിയാവും. അതിനെന്താ, അവനും എനിക്ക് 100 വട്ടം സമ്മതം അല്ലേടാ കുട്ടാ? അമ്മ എന്നോട് ചോദിച്ചു. എനിക്ക് സമ്മതം. അമ്മയും കൂടിക്കോ ഞങ്ങളുടെ കൂടെ. കൂടുന്നതൊക്കെ കൊള്ളാം, ബിക്കിനി ഇട്ട് റാമ്പ് വാക്ക് ഉണ്ടാവും. സമ്മതമാണോ? ശ്വേതാൻ്റി ചോദിച്ചു. അയ്യോ, എല്ലാവരുടെയും മുന്നിലോ? പിന്നല്ലാതെ, നീയൊക്കെ അങ്ങനെ നിന്ന ആണുങ്ങൾ ക്യൂ നിൽക്കുവടി ഡേസി. ആൻറ്റി അമ്മയൊന്ന് മൊത്തത്തിൽ നോക്കിയാ അത് പറഞ്ഞത്. ചീ, ഒന്ന് പോടി. അല്ല, കണ്ണൻ കണ്ടിട്ടുണ്ടോ ശ്വേതയെ അങ്ങനെ? അവൻ അവിടെ ഒന്നും വരാറില്ലടി. എന്നാ നമുക്കൊരു കൈ നോക്കാം, കണ്ണനെയും കൊണ്ടുപോവാം. അപ്പോൾ ഓക്കെ. മോനൂസേ, വേഗം കേക്ക് മേക്കർ എടുക്ക്. ഓ, ഒരു ടേസ്റ്ററെ കിട്ടിയപ്പോൾ എന്താ പെണ്ണിൻ്റെ തിരക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് തന്നെ എടുപ്പിക്കാം. എനിക്ക് എത്തത്തില്ലടാ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അമ്മേ. ഞാൻ ചെന്ന് അമ്മയെ താഴെ കൂടെ കെട്ടിപ്പിടിച്ച് പൊന്തിച്ചു. എന്നിട്ട് ഞാൻ അമ്മയും കൊണ്ട് ഷെൽഫിൻ്റെ അടുത്തെത്തി. അമ്മ ഷെൽഫ് തുറന്ന് കേക്ക് മേക്കർ എടുത്ത് ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ അമ്മയെ പതിയെ ഇറക്കി.
ഇറക്കുന്നതിനിടയിൽ അമ്മയുടെ നെഞ്ച് എൻ്റെ നെഞ്ചിലുരഞ്ഞാ ഇറങ്ങിയത്. കണ്ണനത് നല്ലോണം നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്പോ, അമ്മ എടുത്തുയർത്താനുള്ള ശക്തിയൊക്കെ ഉണ്ടല്ലേ, ശ്വേതാൻറ്റി പറഞ്ഞു. പിന്നല്ലാണ്ട്, കണ്ണന് നിന്നെ ഉയർത്താൻ പറ്റുമോടി? എൻ്റെ മോനും പറ്റും അല്ലേടാ കണ്ണ? ആ, എനിക്കും പറ്റും. എന്നാ നീ അവളെ ഒന്ന് പൊക്കിക്കേ കണ്ണ. എന്നാ ഒന്ന് നോക്കാം. കണ്ണ, അമ്മയെ നാണം കെടുത്തല്ലേ മോനെ. കണ്ണൻ ശ്വേതാൻറ്റിയുടെ അടുത്ത് വന്നു. ഞാൻ അമ്മയെ പൊന്തിച്ച പോലെ അവനും പൊന്തിച്ചു. ഇറക്കുന്നതിനിടയിൽ ആൻറ്റി മനഃപൂർവ്വം അവൻ്റെ ദേഹത്ത് മേലുരയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. കണ്ടോ, എൻ്റെ കണ്ണനും പറ്റും. എന്നാ എന്നെ കണ്ണനൊന്ന് പൊന്തിച്ചേ കാണട്ടെ എന്ന് അമ്മ പറഞ്ഞു. കണ്ണ, പൊക്കി കാണിക്കടാ. കണ്ണൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ പൊന്തിച്ചു. ശ്വേതാൻറ്റിയെ നോക്കിയ അവൻ വേഗം അമ്മയെ നിലത്തിറക്കി. ഇനി മോനൂസ് എന്നെ പൊന്തിച്ച് കാണിച്ചേ എന്ന് ശ്വേതാൻറ്റി പറഞ്ഞു. ഞാൻ ആൻറ്റിയുടെ അടുത്ത് വന്ന് ആൻറ്റിയെ പിന്നിൽ കൂടി കെട്ടിപ്പിടിച്ചാണ് പൊന്തിച്ചത്. അത് ആൻറ്റി പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം കണ്ട് അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനുണ്ട് മോളെ? മോനൂസിൻ്റെ ഈസിയായാ പൊക്കുന്നത്. കണ്ണൻ കുറച്ചുകൂടി വലുതാവുമ്പോൾ അവനും ഈസിയാകും. എന്നാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ശ്വേത ആൻറ്റി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ആൻറ്റിയെ സഹായിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കണ്ണനും ടി വി കാണാൻ പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മയും ആൻറ്റിയും കേക്കുമായിട്ട് വന്നു. എവിടെ എൻ്റെ ടെസ്റ്റർ? ഹാളിലേക്ക് പോരെ, ടീപ്പോയിൽ വെച്ച് കട്ട് ചെയ്യാം. ശ്വേത ആൻറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു. അമ്മ കണ്ണൻ്റെയും. ആൻറ്റി തന്നെ ഒരു പീസ് കട്ട് ചെയ്ത് എൻ്റെ വായിൽ വെച്ച് തന്നു. ആൻറ്റിയുടെ ഒരു കൈ എൻ്റെ തുടയിലാണ്. കേക്കിലെ ബാക്കി അമ്മയുടെയും കണ്ണൻ്റെയും വായിൽ വെച്ച് കൊടുത്തു. എന്തൊക്കെയായാലും കേക്ക് സൂപ്പറായിരുന്നു. എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മ ഇത്രയും നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഇത് ആദ്യമാണ് എന്ന് കണ്ണൻ പറഞ്ഞു. അമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുഖത്ത് ക്രീം തേച്ചു. അപ്പോൾ അവരെല്ലാം എന്നെ നോക്കി ചിരിച്ചു. ഇത് കണ്ട് ഞാനും അമ്മയുടെ മുഖത്തെല്ലാം ക്രീം തേച്ചു. അമ്മയെ കാണാൻ ക്രിസ്മസ് അപ്പൂപ്പനെ പോലുണ്ടായിരുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിയുടെ നേരെ ഞാൻ ചെന്നു. ആൻറ്റി ഓടാൻ തുടങ്ങിയപ്പോൾ അമ്മ ചെന്ന് പിറകിലൂടെ കെട്ടിപ്പിടിച്ച് നിന്നു. ഞാൻ കണ്ണനെയും കൊണ്ട് ആൻറ്റിയുടെ അടുത്ത് ചെന്ന് മുഖത്തും കഴുത്തിലും എല്ലാം തേച്ചു കൊടുത്തു. അതിനിടയിൽ ആൻറ്റിയുടെ ചുണ്ടുകളുടെ തുടിപ്പ് എനിക്കറിയാൻ കഴിഞ്ഞു. അമ്മയുടെ പിടുത്തത്തിൽ ആൻറ്റിയുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ അഴിഞ്ഞിരുന്നു. ആൻറ്റി കുറച്ച് ക്രീം എടുത്ത് അമ്മയുടെ അടുത്ത് പോയി ക്രീം പുരട്ടി. ഇപ്പം സമാസമമായി എന്ന് ആൻറ്റി പറഞ്ഞു. ഷോ, ഡ്രസ്സിലെല്ലാം ആയല്ലോടി. സാരമില്ല, ഞാൻ ഇത്രയും എൻജോയ് ചെയ്തിട്ട് കുറേ നാളായി. എന്നിട്ട് അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തു. ഞാനും കണ്ണനും അത് കണ്ട് മുഖത്തോട് മുഖം നോക്കി അവരുടെ അടുത്ത് ചെന്നു. അപ്പോൾ ഞങ്ങൾക്കില്ലേ ഉമ്മ? നിങ്ങൾക്കില്ലാതിരിക്കുവോടാ, ഞങ്ങളുടെ പുന്നാര മക്കളല്ലേ. ആൻറ്റിയും അമ്മയും മാറി മാറി എനിക്കും കണ്ണനും കവളിൽ ഉമ്മ തന്നു. ഡെയ്സി, കുപ്പി വല്ലതും ഇരിപ്പുണ്ടോടി? ഇല്ല മോളെ, വാങ്ങണം. മോനൂസേ, ഒന്ന് പോയി വാങ്ങി വാടാ. വാങ്ങാം. ഏതാ വാങ്ങണ്ടേ? ഡെയ്സി, നമ്മൾ കൂടുമ്പോൾ വാങ്ങാറില്ലേ വോഡ്ക, അതേതാ? പേര് മറന്നു. അമ്മ ഒന്ന് വശ്യമായി ആൻറ്റിയെ നോക്കിയിട്ട് പറഞ്ഞു. അത് സ്മിർനോഫ്. ആ, അത് തന്നെ മതി. ഇനി നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഉണ്ടാക്കാൻ ഇന്നിന് വയ്യ, നേരവുമില്ല. ആ, ഞാനത് പറയാൻ വരുമായിരുന്നു. എന്നാൽ നമുക്ക് EFC പോകാം. എന്നാൽ അത് മതി. എന്നാൽ വേഗം പോയി ഡ്രസ്സ് മാറി വാ. ഡെയ്സി, നമ്മൾ ഏത് ഡ്രസ്സാണ് ഉടുക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ജീൻസും ബനിയനും ഇട്ടാൽ മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ കണ്ണനും പറഞ്ഞു, അത് മതി, വെറുതെ സാരിയൊക്കെ ഉടുത്ത് നേരം കളയണ്ട. ഓഹോ, മക്കളുടെ ഇഷ്ടം തന്നെ ആവട്ടെ അല്ലേ ശ്വേതേ? പിന്നല്ലാണ്ട്. നിങ്ങൾ ഡ്രസ്സ് മാറുമ്പോഴേക്കും ഞാൻ കുപ്പി വാങ്ങിയിട്ട് വരാം. കണ്ണനും മാറിക്കോ. അങ്ങനെ അമ്മയും ആൻറ്റിയും കൂടി റൂമിൽ കയറി വാതിലടച്ചു. കണ്ണൻ ഡ്രസ്സ് മാറാൻ പോയി. എൻ്റെ ഉദ്ദേശം ശ്വേത ആൻറ്റിയുടെ കുളി ഒളിഞ്ഞു കാണുക എന്നതാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു പോകാം എന്ന് പറഞ്ഞത്. ഞാൻ പുറത്തിറങ്ങി വീടിൻ്റെ സൈഡിൽ അമ്മ കയറിയ
റൂമിൻ്റെ ബാത്റൂമിലുള്ള വെൻറ്റിലേറ്റർ വഴി എത്തി നോക്കി. ഞാൻ നോക്കുന്നതും അമ്മ അവിടെ നിൽക്കുന്നതാ കണ്ടത്. അമ്മ കുളിക്കാൻ ഷവർ ഓണാക്കി. ശ്വേതാൻ്റിയാണ് ആദ്യം വരുന്നതെങ്കിൽ എനിക്ക് ഷോയും കഴിഞ്ഞ് വേഗം പോവാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോറ് തട്ടുന്ന ശബ്ദം കേട്ടത്. ഡെയ്സി മോളെ, കതകൊന്ന് തുറന്നേ. എന്താടി? എനിക്കൊന്ന് മുള്ളണം. ഓ അങ്ങനെ, മുള്ളിക്കഴിഞ്ഞാൽ വേഗം പോവുമല്ലോ അല്ലേ? നീ ആദ്യം തുറക്ക്, എന്നിട്ട് പറയാം. അമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ചെന്ന് വാതിൽ തുറന്നതും ആൻറ്റി കയറി വാതിൽ ചാരി. ഞാനും വിചാരിച്ച് നീ എന്താ കയറി വരാത്തതെന്ന്. അല്ലെങ്കിലും നമ്മൾ കൂടുമ്പോൾ എന്നാ ഒരുമിച്ച് കുളിക്കാത്തത്? ശ്വേതാൻറ്റി പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അല്ല, നീ ഷീജയുടെ കാര്യം പറഞ്ഞില്ലേ? അതെന്താ? പിള്ളേരുള്ളതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ആ, ഷീജയുടെ മക്കളില്ലേ? അവരെ നിനക്കറിയില്ലേ? ആ അറിയാം, നീനുവും മിത്തുവും അല്ലേ? രണ്ടും പെൺമക്കൾ, വിളിപ്പേരാണത്. ആ, അവർ തന്നെ. നല്ല കഴപ്പികളാ, കണ്ടാലേ അറിയാം. അവരോ? നല്ലോണം പഠിക്കുന്ന കുട്ടികളാണല്ലോ. രണ്ടിനെയും കാണണോടി, എന്നാലേ നിനക്കറിയൂ. ഷീജയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനുണ്ട്, അവനവിടെ സ്ഥിരം വരവുണ്ട്. മക്കൾക്കൊരു കുഴപ്പവുമില്ല. അവർക്കും ലവേഴ്സ് ഉള്ളതല്ലേടി? അതുമാത്രമല്ല, അവളുടെ ഹസ്സിൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്, അവനുമായിട്ടും പരിപാടിയുണ്ട്. ഭർത്താവ് ഉള്ളപ്പോൾ ആൾ തന്നെ എല്ലാത്തിനും അനുമതി നൽകുമെന്നാ അവൾ പറഞ്ഞേ. ആ പിള്ളേരൊന്നും പറയില്ലേ? അതെങ്ങനെ? ആ മകൻ്റെ 2 പെങ്ങന്മാരുണ്ട്, അവളുമാരുമായിട്ട് ഇവർ പരിപാടി നടത്തുന്നത് ഷീജ കുറേ കാണാറുള്ളതാ. കൂടെ അവരുടെ ഒരു അമ്മായിയുടെ മകളും ഉണ്ട്. എന്തായാലും നല്ല കഴപ്പികൾ തന്നെ. ഒരു ദിവസം പോവാം. ആദ്യം നിന്നെ ഒന്ന് കാണട്ടെ. ശ്വേതാൻറ്റി അമ്മയുടെ മുഖത്ത് നോക്കി വഷളൻ ചിരിച്ചുകൊണ്ട് പതിയെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു. അകത്തെ പരിപാടി കണ്ട് ഞാൻ അങ്ങനെ ആസ്വദിച്ചു നിന്നു. അമ്മയുടെ നിറം പോലെ അല്ല ശ്വേതാൻറ്റിക്ക്. ആൻറ്റിയുടെ നല്ല പഞ്ചാബി പെണ്ണുങ്ങളുടെ പോലെ ഗോതമ്പിൻ്റെ നിറവാണ്. അമ്മയ്ക്ക് പാൽ വെണ്മയുടെ നിറവും. ആൻറ്റിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ബോളിവുഡ് നടി ഉർവശി റോട്ടേല പോലെയാ. അതേ സ്ട്രക്ചറാ. നല്ല വട്ടമുഖം, അതിൽ ഹൈലൈറ്റ് ആ ചുവന്ന തുടുത്ത് ചെറിപ്പഴം പോലുള്ള ചുണ്ടുകൾ. ആൻറ്റി എപ്പോഴും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന കൊണ്ട് അതെപ്പോഴും ചുവന്ന് തുടുത്തിരിക്കും. അമ്മ പറഞ്ഞു, ഹുഫ്, എന്നെ കൊല്ലാതെ പെണ്ണെ, ഞാനൊന്ന് ശരിക്ക് കാണട്ടെ ഈ സുന്ദരി കോതയെ. ആണോ? എന്നാ കണ്ടോ, കുറേ നാളായില്ലേ കണ്ടിട്ട്. ആൻറ്റി തിരിഞ്ഞ് 2 കൈയും ഇടുപ്പിൽ കുത്തി അമ്മയെ നോക്കി നിന്നു. ശരിക്കും ഒരു ബോളിവുഡ് നടിയെപ്പോലെ തോന്നി. ആൻറ്റി പെട്ടെന്ന് അമ്മയെ വാരി പുണർന്നു. അതിലമ്മ ഒന്ന് കോരിത്തരിച്ച പോലെ തോന്നി. അവിടെ നല്ല മേളം നടക്കുന്നുണ്ട്. ഞാനത് കണ്ട് രസിച്ചു നിന്നു. അമ്മ പറയുന്നു, എന്താ മോളെ, ഈ ചക്കര മോളെ ആവശ്യപ്പെട്ട് ആരെയും കിട്ടിയില്ലേ ഇതുവരെ? അതിനല്ലേടി ഞാൻ നിൻ്റെ അടുത്ത് വന്നത്. വേറെ ആരെയും മുട്ടു നോക്കിയില്ലേ? കുറേ. പിന്നെ അതൊന്നും അത്രയ്ക്ക് സേഫ് അല്ലാത്തതുകൊണ്ട് മുതിർന്നില്ല. വീട്ടിലുള്ളവനെ ട്രൈ ചെയ്ത് നോക്കി മടുത്തു. അമ്മ ചിരിച്ചുകൊണ്ട് വീണ്ടും ആൻറ്റിയെ രസിപ്പിക്കാൻ തുടങ്ങി. നീയൊന്നും മറന്നിട്ടല്ലേ? എങ്ങനെ മറക്കൂടി? നീ സിഗ്നൽ തന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. എന്താ മോളെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കുളിച്ചു പോവാൻ നോക്കണ്ടേ? ആ, നിന്നെ കിട്ടിയപ്പോൾ അത് മറന്നു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ? എന്നോട് ചോദിക്കാൻ നിനക്ക് എന്തിനാ മുഖപുര? നിനക്ക് മോനൂസിന് ഇഷ്ടമായോടി? അവനെ ആരാടി ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ കണ്ണനോ? ആദ്യം കണ്ണനെ കംഫർട്ടാക്കണം. അതിന് നല്ലത് അവൻ ആദ്യം ഞാനുമായിട്ട് ഒത്തുവരണം. എന്നാലേ ആദ്യം ചമ്മൽ മാറൂ. അല്ലാതെ അവൻ്റെ പ്രകൃതം വെച്ച് ആദ്യം സ്വന്തം അമ്മയുമായിട്ടൊരു പരിപാടിക്ക് അവനൊരു വിഷമം ഉണ്ടാവും. എന്നാൽ നീ അവനെ വളച്ചു തുടങ്ങിക്കോ. മോനൂസിനെ ഞാൻ വളച്ചോളാം. അവനിപ്പോഴേ വളഞ്ഞിരിക്കാടി, ഇനി വളച്ചാൽ ഒടിയും. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. ആ പിന്നെ, നീ കണ്ണനുമായിട്ടുള്ള പരിപാടിയൊക്കെ എൻ്റെ മുന്നിൽ വെച്ച് വേണം. അത് ഞാൻ ഏറ്റടി ശ്വേതേ. എന്നാൽ കുളിച്ചു പോവാൻ നോക്കാം. അമ്മയും ആൻറ്റിയും ഒരുമിച്ച് ഷവറിൻ്റെ താഴെ വന്ന് കുളിച്ചു തുടങ്ങി. ഞാനപ്പോൾ അവിടെ നിന്നും ഇറങ്ങി പുറത്തു പോയി. വേഗം കുപ്പിയും വാങ്ങി വന്നു. ഹാളിൽ കുപ്പി വെച്ചിട്ട് എൻ്റെ റൂമിൽ പോയി ഡ്രസ്സ് മാറി. അവിടെ കണ്ണൻ ഡ്രസ്സ് മാറിയിരിക്കുന്നു.
ഞങ്ങൾ ഹാളിൽ വന്നപ്പോൾ അമ്മയും ആൻറ്റിയും റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഞാൻ അമ്മയെ ഒരു കള്ളച്ചിരിയോടെ നോക്കിയപ്പോൾ അമ്മ പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവരുടെ ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചത്. അമ്മ നല്ല ടൈറ്റുള്ള നീല ജീൻസും വെള്ള ടീഷർട്ടും ആ വേഷം. മുടി ബോബ് ചെയ്ത് വെച്ചിരിക്കുന്നു. ചുണ്ടിൽ നല്ല റെഡ് ലിപ്സ്റ്റിക്കും ഉണ്ട്. ആൻറ്റി ബ്ലാക്ക് ജീൻസും ലൈറ്റ് ബ്ലൂ ടീഷർട്ടുമാണ് ഇട്ടേക്കുന്നത്. ആൻറ്റിക്ക് അമ്മയുടെ അത്ര മുടിയില്ല, അത് അഴിച്ചു വെച്ചേക്കാണ്. കുറച്ച് മുന്നിലേക്കും ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും കൈ വളരെ കുറഞ്ഞ ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. അതിൽ രണ്ടിനെയും കണ്ട കോളേജ് ഗേൾസ് ആണെന്നേ പറയൂ. എൻ്റെയും കണ്ണൻ്റെയും നോട്ടം കണ്ട് അമ്മയും ആൻറ്റിയും പരസ്പരം നോക്കി ചിരിച്ചു. എന്താ മക്കളെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. ഹോ, ഇതാരൊക്കെയാ? കോളേജ് പിള്ളേരാണോ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചു. ആ, അങ്ങനെ തന്നെ എന്ന് കരുതിക്കോ. എന്തായാലും രണ്ടാളും അടിപൊളിയായിട്ടുണ്ട്, കണ്ണനും പറഞ്ഞു. എന്നാൽ നമുക്ക് പോവാം. എങ്ങനെയാടാ, കാറിലാണോ പോകുന്നത്? ഓ പിന്നെ, കോളേജ് പിള്ളേർക്ക് ബൈക്കാണ് ഇഷ്ടം. അതിന് കണ്ണന് ലൈസൻസ് ഇല്ല. സ്കൂട്ടർ ഞാൻ ഓടിക്കാടാ എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ കണ്ണൻ ഡെയ്സിയുടെ കൂടെ ബൈക്കിൽ കയറിക്കോ, ഞാൻ മോനൂസിൻ്റെ കൂടെ കയറാം. ആ, അത് മതി. കണ്ണൻ അമ്മയുടെ കൂടെ കയറണമെന്നുണ്ടോ? അവന് കുഴപ്പമില്ല. പിന്നെ മോനൂസിൻ്റെ ബൈക്കിന് ബാക്ക് സീറ്റ് ഉയർന്നതുകൊണ്ട് കണ്ണന് കാലെത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ആ മതി മതി, നിനക്ക് മോനൂസിൻ്റെ ബൈക്കിൽ ചെത്തി നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതെ, എന്നാൽ അങ്ങനെ തന്നെ. കുറേ നാളായി ബൈക്കിൽ കയറിയിട്ട്. എന്നാൽ ശ്വേതയും കണ്ണനും ഗേറ്റിൻ്റെ അവിടെ നിന്നോ, ഞങ്ങൾ വണ്ടിയുമായിട്ട് വരാം. വണ്ടിയെല്ലാം സൈഡിലാണ്. ആൻറ്റി കണ്ണൻ്റെ കൈ പിടിച്ച് ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. ഞാനും അമ്മയും പിറകുവശത്തെ വാതിലടച്ച് അതുവഴി വീടിൻ്റെ സൈഡിലേക്ക് നടന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടോന്നോ? ഇതിൽ കാണുമ്പോഴേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നിട്ട് പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ട് പോവാൻ തോന്നും. അത്രയ്ക്ക് ഹോട്ടാണോ? പിന്നില്ലാണ്ട്. നിങ്ങൾ മനഃപൂർവ്വം ഓരോന്നിടാത്തതല്ലേ? അതെ, എല്ലാവരും കണ്ട് വെള്ളം ഇറക്കട്ടെന്നേ. എന്നിട്ട് അമ്മ ഒരു കാമുകിയെ പോലെ എൻ്റെ കൈ പിടിച്ച് നടന്നു. അപ്പോൾ ഡെയ്സി, മോനൂസേ എന്നുള്ള ആൻറ്റിയുടെ വിളി കേട്ടു. അമ്മ സ്കൂട്ടർ എടുത്ത് ഗേറ്റിൻ്റെ അടുത്ത് പോയി. അപ്പോഴേക്കും അമ്മയുടെ ബാക്കിൽ കണ്ണൻ കയറിയിരുന്നു. ശ്വേത ആൻറ്റി കാല് രണ്ട് സൈഡിലേക്ക് വിട്ട് എൻ്റെ ബൈക്കിൽ കയറി. ശ്വേത പറഞ്ഞു, ഡെയ്സി ആൻറ്റിയെ പിടിച്ചിരുന്നോടാ, പതുക്കെ പോയാൽ മതി. നീ മോനൂസിനെ പിടിച്ചിരുന്നോടി, ഈ ബൈക്കിലാണെങ്കിൽ പിടിക്കാനൊരു സ്ഥലവും ഇല്ല. ഞങ്ങൾ വണ്ടി ഓടിച്ചു പോയി. അമ്മ ഞങ്ങളുടെ മുന്നേ പോയി. ആൻറ്റി എൻ്റെ രണ്ട് തോളിലും കൈവച്ചായിരിക്കുന്നത്. മുന്നിലൊരു ഹമ്പ് കണ്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ ആൻറ്റി എൻ്റെ ദേഹത്തേക്ക് അമർന്നു. ഞാൻ കണ്ണാടിയിലൂടെ ആൻറ്റിയെ നോക്കിയപ്പോൾ ആൻറ്റിയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആക്സിലറേറ്റർ കൂട്ടിയപ്പോൾ ആൻറ്റി പിറകിലേക്ക് വീഴുന്ന പോലെ തോന്നിയെങ്കിലും ഞാൻ ബ്രേക്ക് പിടിച്ച് ആ വീഴ്ച ഒഴിവാക്കി. ഓ മോനൂസേ, ഞാൻ പേടിച്ചു പോയി. ഇപ്പം തന്നെ വീണേനെ. ആൻറ്റി എന്നെ മുറുകെ പിടിച്ചിരുന്നു. ആൻറ്റി എൻ്റെ വയറിൻ്റെ സൈഡിൽ രണ്ട് കൈ കൊണ്ട് പിടിച്ചിരുന്നു. അതെനിക്ക് വളരെ എളുപ്പമായി. കാരണം ഒന്ന് ചെറുതായി ബ്രേക്ക് പിടിച്ച ആൻറ്റിയുടെ ഫ്രണ്ട് എൻ്റെ പുറത്തമരും. ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സിൽ ആൻറ്റിയെ കാണാൻ ശരിക്കും ഒരു കോളേജ് ഗേളിനെ പോലുണ്ട്. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. ഒന്ന് പോടാ ചെക്ക, കളിയാക്കാതെ. ശരിക്കും പറഞ്ഞതാ. ഇപ്പം നമ്മളെ ആരെങ്കിലും നോക്കിയാൽ ലവേഴ്സാണെന്നേ പറയൂ. ശരിക്കുമാണോ? അതോ നീ വെറുതെ സൂചിപ്പിക്കാൻ പറയുന്നതോ? ആൻറ്റി നോക്കിക്കോ, ഞാൻ പറയുന്ന സത്യവാ. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് കൂടെ ഒരു ബൈക്കിൽ ഒരു ഫാമിലി പോയത്. അതിൽ ആണ് പെണ്ണിനോട് പറയുന്നത് ഞങ്ങൾ ശരിക്കും കേട്ടു. കപ്പിൾസ് ആണെങ്കിൽ ഇതുപോലെ ഇരിക്കണമെന്ന്. ഓ മോനൂസേ, നിൻ്റെ നാക്ക് കരുനാക്കാണോ? അതിന് ആൻറ്റി ലവേഴ്സിനെ പോലെ അല്ലല്ലോ ഇരിക്കുന്നേ. എന്നിട്ട് ഒരു കപ്പിൾ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നത് കാണിച്ചു കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് വിചാരിച്ചോ? ആൻറ്റി ഇതും പറഞ്ഞ് എൻ്റെ മുതുകത്തമർന്ന് എൻ്റെ വയറിലൂടെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തോളിൽ കൂടി മുഖം കൊണ്ടുവന്ന് എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, എങ്ങനല്ലേ മോനൂസേ? ഞാൻ ആൻറ്റിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. ആ, ഇപ്പം ശരിക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയി.
ഞാൻ ഒന്നുകൂടി ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടിയപ്പോൾ ആൻറ്റി എന്നെ മുറുക്കെ പിടിച്ചിരുന്നു. ഡാർലിംഗ്, പതുക്കെ പോടാ. അനിയത്തി എന്നല്ലാതെ ഡാർലിംഗ് എന്നെ വേറെ ആരും വിളിച്ചിട്ടില്ല. അവൾ സമ്മതിക്കേയില്ല. ഇതെങ്ങാനും അവൾ കേട്ട ശ്വേതാൻറ്റിയെ വെച്ചേക്കില്ല. ആൻറ്റിയുടെ പിച്ചെൻ്റെ തൊടയിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ആലോചന നിർത്തിയത്. സ്വപ്നം കാണുവാണോടാ? ആ, ഇതുപോലൊരു സുന്ദരി അടുത്തിരുന്ന് ആരും സ്വപ്നം കണ്ടു പോകും. കണ്ണാടി കൂടെ നോക്കുമ്പോൾ ആൻറ്റിയുടെ മുഖത്ത് നാണവും സന്തോഷവും കൂടിയുള്ള ഭാവമായിരുന്നു. ആൻറ്റി എൻ്റെ പുറത്ത് അമർന്നാണ് ഇരിക്കുന്നത്. 2 പേർക്കും എല്ലാം അറിയാം, എങ്കിലും ഒന്നും അറിയാത്ത പോലിരുന്നു. വണ്ടി ഓടുന്ന കുലുക്കത്തിനനുസരിച്ച് ആൻറ്റിയുടെ കൈ എൻ്റെ ദേഹത്തോടി നടക്കുന്നുണ്ടായിരുന്നു. കൈ രണ്ടും വയറിലും പതുക്കെ കയറി നെഞ്ചത്തും ഇഴഞ്ഞുകൊണ്ടിരുന്നു. മനഃപൂർവ്വം അല്ലെന്ന് വരുത്താൻ ബൈക്കിൻ്റെ താളത്തിനനുസരിച്ചാണ് ആൻറ്റി ചെയ്തത്. ഞാനും അറിയാത്ത പോലിരുന്നു. ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി. ആൻറ്റി എൻ്റെ കൈക്ക് പിടിച്ചാണ് ഇറങ്ങിയത്. ഞങ്ങൾ 2 ആളും കൈ പിടിച്ചുകൊണ്ട് ലവേഴ്സിനെ പോലെ ലോബിയിലേക്ക് നടന്നു. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അമ്മയും കണ്ണനും എത്തിയിരുന്നു. അമ്മയെ കണ്ടതും ആൻറ്റി ഒരു ചമ്മിയ മുഖത്തോടെ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു. അമ്മ എൻ്റെ ജീൻസിൻ്റെ മുൻവശത്തേക്ക് നോക്കി, പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി. നാവ് കൊണ്ട് കവിൾ വീർപ്പിച്ച് ഒരു കള്ളച്ചിരി പാസാക്കി. ഞങ്ങൾ നടന്നു വരുന്ന കണ്ട് അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. ഹോ, ഞങ്ങൾ വിചാരിച്ചു നവദമ്പതികളാണ് വരുന്നതെന്ന്. ഇത് കേട്ട് ശ്വേതാൻറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കി വാ പൊളിച്ചു. ആ, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അങ്ങനെ പറയൂവെന്ന്. അപ്പോൾ ശ്വേതാൻറ്റി പറഞ്ഞു, ഞങ്ങൾ വരുന്ന വഴിക്ക് പറഞ്ഞേ ഉള്ളൂ ഇതേക്കുറിച്ച്. അല്ല, നിങ്ങളെങ്ങനെ ആദ്യം എത്തി? ഞങ്ങളല്ലേ ആദ്യം പോയത്. അതിന് നിങ്ങൾ ലവേഴ്സ് അടുത്തേ കൂടി അമ്മയും മകനും പോയാൽ പോലും അറിയില്ലല്ലോ. ആൻറ്റിയും ഞാനും ചമ്മിയ മുഖത്തോടെ നിന്നു. അപ്പോൾ അതാ കാര്യം. അമ്മയും കണ്ണനും ഞങ്ങളുടെ മുന്നിൽ കൂടെ പോയത് ഞങ്ങൾ കണ്ടില്ല. ഇനി പറയുന്നത് അമ്മയും കണ്ണനും ഒരുമിച്ച് സ്കൂട്ടറിൽ വന്നപ്പോഴുള്ള സംഭവങ്ങളാണേ. ഇത് അമ്മ എന്നോട് പിന്നെ പറഞ്ഞതാ. കണ്ണൻ ആദ്യം വണ്ടിയുടെ ഹാൻഡിലാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, കണ്ണ എൻ്റെ തോളിൽ കൂടി പിടിച്ചോ, ഞാൻ സ്പീഡിൽ ഓടിക്കാൻ പോവാ. അപ്പോൾ അവൻ അമ്മയുടെ തോളിൽ പിടിച്ചു. അമ്മ ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ അമ്മയുടെ പുറത്തേക്ക് അവൻ്റെ നെഞ്ചു മുട്ടി. കണ്ണൻ അമ്മയുടെ ഒപ്പം പോകുമ്പോൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കും. ഞാനും കണ്ണൻ്റെ അമ്മയെപ്പോലെയല്ലേ? അതെ. പിന്നെന്താ എന്നെ കെട്ടിപ്പിടിക്കാതെ? കെട്ടിപ്പിടിച്ചിരുന്നോ കണ്ണ? അവൻ മടിച്ച് പതിയെ അമ്മയുടെ വയറിൽ കൂടി കെട്ടിപ്പിടിച്ചു. അമ്മ ഒന്നുകൂടി അവൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. പിന്നെ ചില കുസൃതികൾ കാട്ടി അവർ യാത്ര തുടർന്നു. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ശ്വേതാൻറ്റിയും തന്നെ കുറച്ചും കൂടി ഡീസൻ്റ് എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ലിഫ്റ്റിൽ പോകണം. ലിഫ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവിടേക്ക് ഷീജമേമ്മയും മക്കളും വന്നത്. ഒരകന്ന ബന്ധം ഉള്ളതുകൊണ്ടും അമ്മയേക്കാൾ വയസ്സിൽ കുറവായതുകൊണ്ടും ഞാൻ മേമ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെ കണ്ടതും അവരടുത്തേക്ക് വന്നു. ഞാൻ അവരെ വല്ലപ്പോഴുമൊക്കെ കാണാറുണ്ട്. അച്ഛൻ മരിച്ചപ്പോൾ കണ്ടത് പിന്നെ കണ്ടിട്ടില്ല. ഷീജമേമ പറഞ്ഞു, ആഹാ കൊള്ളാലോ, 2 പേരും അടിപൊളിയായിട്ടുണ്ട്. ഡേസി ചേച്ചി ഇപ്പോൾ എന്നേക്കാൾ ചെറുപ്പം പോലെ. അപ്പോൾ ഞാനോ? ശ്വേതാൻറ്റിയും ചോദിച്ചു. നീ പിന്നെ മോഡലല്ലേ? മേമ വന്ന് അമ്മയും ശ്വേതാൻറ്റിയും കെട്ടിപ്പിടിച്ചു. നിങ്ങളെ കുറേ ആയല്ലോ കണ്ടിട്ട്. പുറത്തൊന്നും പോകാറില്ല ഷീജെ, ഇപ്പോഴാണ് ഒന്ന് ഇറങ്ങുന്നത്. അല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണോ? അതെ, ഞങ്ങളും കുറേ ആയില്ലേ പുറത്തിറങ്ങിയിട്ട്. ഇന്നൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ആ, അതേതായാലും ഇവിടേക്ക് വരാൻ തോന്നിയ നന്നായി, അതുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ ഷീജ പറഞ്ഞു, മോനൂസ് വളർന്നു വലിയ ചെക്കനായി. കണ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശ്വേതയുടെ മോൻ കണ്ണനല്ലേ? അതെ, നീ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതല്ലേ? ആ, പിള്ളേരൊക്കെ എന്ത് വേഗമാണ് വലുതാവുന്നത്. നിൻ്റെ മക്കളും വലിയ പെണ്ണുങ്ങളായല്ലോ. കുറേ ആയില്ലേ കണ്ടിട്ട് ഡേസിക്ക്, അതാവും. ഞാൻ ഇടയ്ക്ക് കാണുന്നതാ എന്ന് ശ്വേത പറഞ്ഞു. അമ്മ ആൻറ്റി ഇരുത്തി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ആ അത് ശരിയാ. അപ്പോൾ മേമയുടെ മക്കൾ ഞങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി. ഞാൻ കണ്ണൻ അവരെ പരിചയപ്പെടുത്തി. ഞാൻ അവരെ മുന്നേ കണ്ടിട്ടുണ്ട്. ഇനി ഷേജമേമയെക്കുറിച്ച് പറയാം. മേമ കുറച്ച് നിറം കുറഞ്ഞ് മെലിഞ്ഞിട്ടാ.
ബ്ലാക്ക് ചുരിദാർ വേഷം, ഷോൾ ഇട്ടിട്ടില്ല. വണ്ണം കുറവായ കൊണ്ട് എല്ലാം കൂടുതലുള്ള പോലെ തോന്നും. മുഖം കണ്ട നല്ല വഷളൻ ലുക്കാ. മൂത്ത മകള് നീനു എൻ്റെ റീനാൻറ്റിയെ പോലെ ഒരസൽ നാടൻ ചരക്ക്. ജീൻസും ഷർട്ടുമാണ് വേഷം. അരക്കെട്ട് മീഡിയ ഒതുങ്ങി അമ്മയെപ്പോലെ തന്നെ നല്ല വഷളൻ ലുക്കും മുഖത്തിന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ മകൾ മിത്തു എൻ്റെ അമ്മയെപ്പോലെ നല്ല ചരക്ക. ജീൻസും ടീഷർട്ടും വേഷം. അവൾക്ക് നല്ല നിറമുണ്ട്. വട്ട മുഖത്ത് നല്ല ചുവന്ന് തുടുത്ത ചുണ്ടുകൾ, നല്ല മുഴുപ്പും കൊഴുപ്പുമുള്ള ചരക്ക്. മേമയുടെ മോള് തന്നെ ആണോ എന്ന് സംശയിക്കും. കൂട്ടത്തിൽ നീനുമാണ് നല്ല കഴപ്പി എന്നവളുടെ നോട്ടവും ഭാവവും കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യമൊക്കെ കാണുമ്പോൾ ക്യൂട്ടായിരുന്നു രണ്ടാളും, ഇപ്പോൾ ഹോട്ടായി. ഷീജമേമ എൻ്റെ അടുത്ത് വന്ന് തോളിൽ കൈയിട്ട് നിന്നു. മോനൂസേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പെങ്ങന്മാരെവിടെ? അവർ ആൻറ്റിയുടെ കൂടെ നിൽക്കാൻ പോയേക്കാ. ശ്വേത ഇന്ന് ഡേസി ചേച്ചിയുടെ കൂടാണോ സ്റ്റേ? അതെ, 2 ദിവസം ഉണ്ടാകും. അപ്പോൾ നല്ല അടിച്ചുപൊളി ആയിരിക്കും അല്ലേ? നീയും ഫ്രീ ആകുമ്പോൾ വാ, ഒന്ന് കൂടിയിട്ട് കുറേ ആയില്ലേ. അപ്പോൾ ഷീജമ്മേമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അവിടേക്ക് വരാം. വരുമ്പോൾ പറയണേ, ഞാനും വരാം. ഷീജമ്മേമ്മയുടെ ദേഹം എൻ്റെ തോളിൽ മനഃപൂർവ്വം മുട്ടിക്കുന്ന പോലെ തോന്നി. ഇത് നീനുവും മിത്തുവും കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മയും ആൻറ്റിയും അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നീനു എൻ്റെ അടുത്ത് വന്നു. നീനു പറഞ്ഞു, മോനൂസ് വലിയ ചെക്കനായല്ലേ? മിത്തു, അതേ ചേച്ചി, പീക്കിരി ചെക്കനായിരുന്നു മുമ്പേ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ലിഫ്റ്റ് വന്നപ്പോൾ എല്ലാവരും അതിൽ കയറി. ഞങ്ങളെ കൂടാതെ പുറമേ നിന്ന് പെണ്ണുങ്ങൾ 4 പേരും കൂടി ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഫുള്ളായി. എൻ്റെ വലതുവശത്ത് ശ്വേതാൻറ്റിയും ഇടതുവശത്ത് അമ്മയും അമ്മയുടെ മുന്നിൽ കണ്ണനുമാണ് നിന്നത്. എൻ്റെ മുന്നിൽ നീനുവും ശ്വേതാൻറ്റിയുടെ മുന്നിൽ മിത്തുവാണ് നിൽക്കുന്നത്. പിന്നുള്ളവർ അവരുടെ മുന്നിലും. നീനു പതുക്കെ പതുക്കെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ടായിരുന്നു. വന്ന് അവൾ എന്നോട് ഒട്ടി നിന്നു. പെട്ടെന്ന് അവൾ മുന്നിലേക്ക് നീങ്ങി. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മാറ്റം തിരിച്ചറിഞ്ഞ അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ 2-3 തവണ അവളിത് ആവർത്തിച്ചു. ഞാനൊന്നും പ്രതികരിക്കാത്ത കൊണ്ട് പിന്നീട് അമർന്നപ്പോൾ അവൾ മുന്നിലേക്ക് നീങ്ങിയില്ല. ശ്വേതാൻറ്റി ഇത് കാണുന്നുണ്ടായിരുന്നു. ആൻറ്റിയുടെ കൈ മിത്തുവിൻ്റെ വയറിൻ്റെ സൈഡിൽ പിടിച്ചേക്കുന്നു. ആൻറ്റി എൻ്റെ കയ്യിൽ തട്ടി മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ ചമ്മിപ്പോയി. അങ്ങനെ ഫ്ലോർ എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ശ്വേതാൻറ്റിയാണ് ട്രീറ്റ് ചെയ്തത്. പോകുന്ന വഴിക്ക് നീനു എന്നെ വിളിച്ചു. മോനൂസേ, നിൻ്റെ നമ്പർ താടാ, ഞങ്ങൾ വരുമ്പോൾ വിളിച്ച് പറയാം. ഞാൻ അവൾക്ക് നമ്പർ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്രയായി. പോകുന്ന വഴിക്ക് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഞങ്ങൾ വീടെത്തിയപ്പോൾ അമ്മയും ആൻറ്റിയും റൂമിൽ ഡ്രസ്സ് മാറാൻ പോയി. ഞാൻ ഡ്രസ്സ് മാറി കുപ്പിയും ടച്ചിങ്സും എടുത്തു വന്നു. ഇതിനിടയിൽ കണ്ണനും മാറി വന്നു. ഞങ്ങൾ 2 പേരും ഷോർട്ട്സും ബനിയനുമായിട്ടത്. കണ്ണന് ഹോട്ട് അധികം കഴിച്ച് പരിചയമില്ലാത്ത കൊണ്ട് ബിയറും വാങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ആൻറ്റിയും വന്നു. 2 പേരും നൈറ്റ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അമ്മ ഒരു പിങ്ക് നിറത്തിലുള്ളതും ആൻറ്റി ഒരു മഞ്ഞ നിറത്തിലുള്ളതും. 2 ഒരേ മോഡലാണ്. 2 പേരുടെയും തോളിൽ ഒരു വള്ളി പോലെയാ ഡ്രസ്സ്. കക്ഷവും കൈയും എല്ലാം കാണാം. അവർ 2 പേരും വന്ന് സോഫയിൽ ഞങ്ങളുടെ അടുത്തിരുന്നു. അമ്മ കണ്ണൻ്റെ അടുത്തും ആൻറ്റി എൻ്റെ അടുത്തും ഓപ്പോസിറ്റായിട്ടിരുന്നു. എൻ്റെയും കണ്ണൻ്റെയും നോട്ടം കണ്ട് അമ്മയ്ക്കും ആൻറ്റിക്കും മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ആൻറ്റിയാണ് കുപ്പി പൊട്ടിച്ച് ഒഴിച്ചു തുടങ്ങിയത്. ഞങ്ങളെല്ലാവരും 2 റൗണ്ട് കഴിഞ്ഞു. എല്ലാവർക്കും അത്യാവശ്യം മൂഡ് കയറി തുടങ്ങി. കണ്ണൻ്റെ നോട്ടം കൂടുതലും എൻ്റെ അമ്മയുടെ മേലെ ആയിരുന്നു. ശ്വേത ചോദിച്ചു, കണ്ണാ, എന്താടാ ഡേസി ആൻറ്റിയെ നോക്കിയിരിക്കണേ? അവൻ നോക്കിക്കോട്ടെടി, നിനക്കെന്താ അസൂയ? അല്ല, എന്നെ അവന് കാണാൻ പാടില്ലേ? അത് പിന്നെ ഭംഗിയുള്ളവരെയല്ലേ നോക്കൂ. എന്നാൽ നല്ലോണം കാണിച്ചു കൊടുക്കടി. ഹോട്ടലിൽ നമ്മൾ കയറിയപ്പോൾ അവിടുത്തെ വെയിറ്റർ മറ്റൊരാളോട് പറഞ്ഞത് കേട്ടാ നീ? എന്താ? അടിപൊളി പിള്ളേർ ജീൻസും ടീഷർട്ടും ഇട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ശ്വേതാൻറ്റിയും അമ്മയും വാ പൊത്തി ചിരിച്ചു. അവർ 2 അത്യാവശ്യത്തിന് ഫിറ്റായി എന്ന് മനസ്സിലായി. ആ, അത് പറഞ്ഞപ്പോഴാ, നീ ഫാഷൻ ഷോയ്ക്ക് പോകുമ്പോൾ ബിക്കിനി ഇടാറില്ലേ? ആ, ഇടും.
കണ്ണ, അമ്മ ബിക്കിനി നിൽക്കുന്നത് കണ്ണൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത്ര സുന്ദരിയായിട്ടും സ്വന്തം മകൻ വരെ നിന്നെ കണ്ടിട്ടില്ല ബിക്കിനിയിൽ. മോശം. ഒന്ന് പോടി, അവൻ വരാത്തയാ. കണ്ണന് കാണണോടാ? കാണണം. എന്നാ നമുക്കിവിടെ ഒരു ഷോ നടത്താം. ഇപ്പോഴോടി? ആ, അതിനെന്താ? എന്നാൽ 3 ദിവസം കൂടി എൻ്റെ കൂടെ വരണം. അയ്യേ, ഞാൻ ബിക്കിനി ഇടില്ല. അയ്യോ മണ്ട, നീ ബ്രീഫാണിടുക. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അമ്മ പറഞ്ഞു, എന്നാൽ ക്യാറ്റ് വാക്കും കഴിഞ്ഞ് നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താം. ആ, പക്ഷേ കണ്ണൻ സമ്മതിക്കണം. എനിക്ക് 100 വട്ടം സമ്മതം അമ്മേ. ആദ്യം ഡെയ്സിയും കണ്ണനും, എന്നിട്ട് ഞങ്ങൾ. ഇതെല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഞാനും ആൻറ്റിയും സോഫയിൽ തന്നെ ഇരുന്നു. കണ്ണനെ ആൻറ്റിയുടെ അടുത്തിരുത്തി. അമ്മ ഹാളിൻ്റെ അറ്റത്ത് പോയി അവിടെ നിന്നും ക്യാറ്റ് വാക്കിൽ നടന്നു വന്നു. ശ്വേതാൻറ്റി പറഞ്ഞു, എടി ഇനി ബിക്കിനിയിൽ വാ. പിന്നെ അവിടെ ക്യാറ്റ് വാക്ക്, മൂൺ വാക്ക്, അങ്ങനെ പലതും നടത്തി. ഫാഷൻ ഷോ പോലെ ആയിരുന്നു. പിന്നീട് കണ്ണൻ്റെ പേടി മാറ്റുന്ന കാര്യങ്ങളും നടന്നു. ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ജൂലൈ സ്പെഷ്യൽ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ടേ. അപ്പോൾ 4 പേരും കൂടെ ആ രാത്രി ആടി തിമിർക്കുന്നത് കേൾക്കണമെങ്കിൽ കമൻറ്റിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാനുള്ള വേറെ ലിങ്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്ത് ബാക്കി കേൾക്കാം. അപ്പോൾ കേട്ടിട്ട് അഭിപ്രായം ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.